നമ്മൾ കുട്ടിക്കാലത്ത് എന്തോരം പഠിച്ചു. ഈ പഠിച്ച എന്തിനാ നല്ലൊരു ജോലി വാങ്ങാൻ. ഇപ്പോഴത്തെ പിള്ളേര് അങ്ങനെയൊക്കെ തന്നെയാണോ പഠിപ്പിക്കുന്നത്? അതായത് മോളെ വീട്ടിലിങ്ങനെ പഠിക്കാൻ നേരത്തെ ഇങ്ങനെ പറയോ വേഗം പടി, നന്നായിട്ട് പടി, എന്നാലേ നല്ല ജോലിയൊക്കെ കിട്ടുള്ളൂ എന്നാണോ പറയുന്നേ? പറയും. ആണല്ലേ? ഇപ്പോഴും പഴയ സിസ്റ്റം തന്നെയാ, അതിനൊരു മാറ്റം വന്നിട്ടില്ല. കുഞ്ഞിന് വലുതാകുമ്പോ ആരാവാനാ ഇഷ്ടം? എയർ ഹോസ്റ്റസ്. ആന്റിയൊക്കെ ഉണ്ടാ ഇതുപോലെ എയർ ഹോസ്റ്റസ് ആവാൻ പോയതാണ്. പറന്നിപ്പോ ഇവിടെ ഇറങ്ങി. പെട്ടെന്നൊരു ലാൻഡിംഗ് ആയിരുന്നു ഞാൻ വിചാരിക്കാത്ത സമയത്ത്. അല്ല, ഒരുപാട് അഖിൽ എന്തായിരുന്നു അഖിലെ? എനിക്ക് അഡ്വക്കേറ്റ് ചെയ്തോ? പഠിച്ചോ? ഇല്ല, വക്കീൽ. പക്ഷേ കോടതിയിൽ ജോലി ചെയ്തു. ആണ്. അതിന് LLB അഡ്മിഷൻ എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ബിസി ആയി. കോടതി ചെയ്ത ജോലി എന്താണെന്നറിയാമോ? ആ കൂട്ടിനകത്ത് കയറി ഇന്ന് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എനിക്ക് തോന്നുന്നു പലപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അന്ന് ഈ പറയുന്ന പോലെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ സിസ്റ്റത്തിൽ നോക്കി ഏതാണ് ബെസ്റ്റ് ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊന്നും അറിയാനുള്ള ഒരു വകുപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, നമ്മളുടെ പേരൻസിന് അത്ര ഒരു ഗൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അവർക്ക് എഡ്യൂക്കേഷൻ തരാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഗൈഡൻസിൽ കുറച്ച് പേരൻസേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനത്തെ ഒരു ഗൈഡൻസ് തരാനുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും വിചാരിച്ചതെന്തോ ആയതെന്തോ ഇപ്പോ എന്തോ അതാണ് നടക്കണത്. പക്ഷെ ഇനി വരാൻ പോകുന്ന തലമുറ, സ്പെഷ്യലി ഈ ജനറേഷൻ അല്ല, എൻ്റെ മോളെല്ലാം അവർക്ക് ഭയങ്കര ക്ലിയർ ആണ് അവർക്ക് എന്താ വേണ്ടത്. നമ്മൾ ജസ്റ്റ് അവരുടെ ആ ഒരു ചാനൽ ഒന്ന് കൊടുത്താൽ മതി അവർക്കെല്ലാം. പക്ഷെ ആ ചാനൽ എന്ന് പറയുമ്പോഴും ചേച്ചി റൈറ്റ് ആയിട്ടുള്ള ഒരു ചാനൽ ആയിരിക്കണം. അതിനൊരു പ്രോപ്പർ സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാവും. ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്നതും സജഷൻസ് തരാനും നമ്മളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഞാൻ അതിനെപ്പറ്റി പറയാനുള്ള റീസൺ നമ്മുടെ ഈ ഷോയിനുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം മാത്രമല്ല, നമ്മുടെ ന്യൂ ജനറേഷനുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായ SLBS മാർക്ക്ലെൻസിനെ പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ അവരുടെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ തന്നെ നമുക്ക് വെൽക്കം ചെയ്താലോ? ലെറ്റ്സ് വെൽക്കം ജിസ് മാത്യു, ഓപ്പറേഷൻ ഹെഡ്, SLBS മാർക്ക്ലെൻസ്. സാർ, ഞങ്ങളിവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഡൗട്ട്ഫുൾ ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ സാറ് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്ന പ്രതീക്ഷയോടെയാണ്. അതിന്റെ മുമ്പേ ഞാൻ ഡയറക്ട്ലി, നമ്മൾ കുട്ടികളാണല്ലോ സാർ, നമ്മൾ ചോദ്യം ചോദിക്കണമല്ലോ. SLBS മീൻസ് വാട്ട്? SLBS എന്ന് പറഞ്ഞാൽ സ്കൂൾ ഫോർ ലേണിംഗ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പല പ്രോഗ്രാംസ് ഉണ്ട്. ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, വെയർഹൗസ് മാനേജ്മെന്റ്, HR മാനേജ്മെന്റ്, ഫാഷൻ ഡിസൈനിങ്, IT കോഴ്സസ്. ഈ ഫീൽഡിലെല്ലാം നമ്മൾ ഷോർട്ട് ടേം കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ 6ാമത്തെ വർഷമാണ്. ആക്ച്വലി ഒരുപാട് കുട്ടികൾ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ശരിക്കും SLBS ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയത്? പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കരിക്കുലം. നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു സ്കിൽ ബേസ്ഡ് ലേണിംഗ് ആണ് നമ്മൾ കൊടുത്തിരുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ സ്കിൽ മാത്രമല്ല, അവരെല്ലാവരും ഒരു പ്രൊഫഷണലാക്കി മാറ്റുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് ഫീൽഡിലാണെങ്കിലും, ഇപ്പോൾ അലീനയാണെങ്കിൽ ഇതിൻ്റെ അതൊരു പ്രൊഫഷണലാണ് എന്ന് പറയുന്ന പോലെ ഈ ഓരോ ഫീൽഡിലും, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഓയിൽ ആൻഡ് ഗ്യാസ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, വെയർഹൗസ് ആയിക്കോട്ടെ, ഫാഷൻ ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാത്തിലും അതിൻ്റെതായ പ്രൊഫഷണൽ പ്രോഗ്രാമാണ് SLBS കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം കൊടുക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. നമ്മൾ UPS എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാംസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നതും അവിടുത്തെ എക്സ്പേർട്സ് ആണ് കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ സാർ, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിലേക്ക് ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ അതിലേക്ക് എത്തിപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ആ പ്രായത്തിൽ എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ SLBSന്റെ ബ്രാഞ്ചസ് എവിടേക്കാണുള്ളത് സാർ? എറണാകുളത്താണ് മെയിനായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എറണാകുളത്ത് വൈറ്റിലാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. ഇതുകൂടാതെ കോഴിക്കോടും നമ്മളിപ്പോൾ ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കോച്ചിങ് ഒക്കെ ഉണ്ടോ? നമ്മുടെ കോച്ചിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിലാണ് നമ്മുടെ കോച്ചിങ്. ഓൺലൈനും ഓഫ്ലൈനും ഹൈബ്രിഡും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നവർക്കും ഇവിടെ ബ്രാഞ്ചിൽ വന്നിട്ട് ഓഫ്ലൈൻ ആയിട്ട് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു ഹൈബ്രിഡ് മോഡലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലത്തെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ഒരുപാടുണ്ടല്ലോ. അതിൽ നിന്ന് എന്താണ് SLBSനെ വ്യത്യസ്തമാക്കുന്നതെന്ന് സാറിന് പറയാൻ പറ്റുവാണെങ്കിൽ? അതായത് ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അല്ല,
നമ്മൾ കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് കുട്ടികളെ 8 മാസത്തെ ഒരു പ്രോഗ്രാമിന് വരികയെന്ന് വിചാരിക്കുക. ക്യാമ്പസിലെ എൻറ്റയർ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്ന കുട്ടികളാണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫ്രഷേഴ്സ് ഡേ പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്യുന്ന കുട്ടികൾ തന്നെയെല്ലാം പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു ഫാഷൻ വീക്ക് ഉണ്ടായിരുന്നു. അതിലെ കുട്ടികൾ തന്നെയാണ് അത് എൻറ്റയർ സിസ്റ്റം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ഈ ഒരു ഫാഷൻ ഷോ നടത്തിയത്. അപ്പോൾ മാത്രമല്ല ഈ കുട്ടികൾ എന്താണോ ഇപ്പോൾ പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുമ്പോൾ അവിടെ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഒരു തൊട്ട് മുന്നേ അതേ കാര്യം തന്നെ നമ്മുടെ SLBS വന്നു കഴിയുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്താണ്, അവർക്കൊരു ഡിസ്കണക്ട് ഫീൽ ചെയ്യില്ല. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അവർ ആ ജോലിക്കങ്ങ് കയറിയാൽ മതി. അപ്പോൾ അത്രയും ഒരു കാര്യമാണ് നമ്മൾ SLBS കൊടുക്കുന്നത്. സോ ഗുഡ്. ഇപ്പൊ വരാൻ പോണ ജനറേഷന് SLBS പോലെ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് വെരി ബിഗ് ഗൈഡൻസ് ഫോർ ഇപ്പോഴത്തെ ഈ സ്പെഷ്യലി ആ ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ട് നമ്മളുടെ മുമ്പിൽ കൂടെ തന്നെ, അവന്തികയ്ക്ക് ഇതൊരു വലിയൊരു മാർഗമാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം ഉണ്ടാവുമ്പോൾ ഗ്രാജുവേഷൻ ചെയ്യണം, അപ്പോഴാണ് ജോലി കിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈവൻ ഞാൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു ഗ്രാജുവേഷൻ പഠിക്കുന്നു, പിന്നെ അതിൽ മിടുക്കരായ ചിലപ്പോൾ PG പഠിക്കുമായിരിക്കും. അതിനുശേഷം പിന്നീട് ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നു. ഇനി ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ജോലിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ ജോലി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് 100% ഒക്കെയാണോ നൽകുന്നത്? നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് 3 ബ്രാഞ്ചുണ്ട്. കേരളത്തിലൊരു ടീമുണ്ട്, ഡൽഹി ബേസ്ഡ് വേറൊരു ടീമുണ്ട്, ചെന്നൈ ബേസ്ഡ് വേറൊരു ടീമുണ്ട്. ഈ 3 ടീമിനെയും കോർഡിനേറ്റ് ചെയ്ത് ഒരേ സമയം തന്നെ എല്ലാ ഫീൽഡിലുള്ള വേക്കൻസീസ് നമുക്ക് സോഴ്സ് ചെയ്യും. അതോടൊപ്പം തന്നെ കുട്ടികളോട് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവർക്ക് ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുക്കും. മാത്രമല്ല നല്ലൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു കമ്പനി ആണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല, കാരണം അവർ ഓൾറെഡി ഇവിടെ ട്രെയിൻഡ് ആണ്. അതെ, നമ്മളൊരു എംപ്ലോയബിലിറ്റി സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് 100% എംപ്ലോയബിൾ ആയിട്ടാണ് നമ്മൾ കുട്ടികളെ ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. സർ, അതുപോലെ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഏത് ഏജ് മുതലുള്ള കുട്ടികളാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്? ലൈക്ക് 10th കഴിഞ്ഞവരാണോ, +2 കഴിഞ്ഞവരാണോ? പ്രായപരിധി എങ്ങനെയാണ് ഇതിന്റെ? ബേസ് എന്ന് പറയുന്നത് 10th കഴിഞ്ഞ കുട്ടികളാണ്. ഓക്കെ. 12th കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും ഈവൻ MBA കഴിഞ്ഞവർ വരെ ഈ ഒരു സ്കിൽ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അതെ, എന്തറിയോ, നമ്മൾ പണ്ട് ഞാൻ പോളിടെക്നിക് പഠിച്ച സാറേ. അപ്പോൾ പോളിടെക്നിക്കിൽ നമുക്ക് ആകെ ഉള്ളൊരു ജോബ് ഇതെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വരും. അതിപ്പോൾ BTech എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ഇന്റർവ്യൂ എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്കുള്ളൂ. അതിൽ നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ അന്വേഷിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകണം. ഇത് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ ഭയങ്കര ഭാഗ്യത. കാര്യം അവർക്ക് എന്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നോ അതേ അവിടെ പോയി പഠിച്ച് അവിടുന്ന് തന്നെ ജോലി മേടിച്ചങ്ങ് പോവാ അല്ലേ? അതെ, അതാണ് SLBSന്റെ ഒരു ഹൈലൈറ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബിക്കോസ് നമ്മൾ പറയില്ലേ, നമുക്ക് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഇന്നത്തെ ഈ തലമുറയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വി ആർ ബ്ലെസ്ഡ്. സോ താങ്ക് യു ഫോർ SLBS ടു ബി ദെയർ അറൗണ്ട് അസ് ആൻഡ് കീപ് ഗ്രോയിങ്. നമ്മുടെ സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് നിൽക്കുന്നതിന് താങ്ക് യു സാർ. തീർച്ചയായിട്ടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെയും സപ്പോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഷോ കാണുന്ന നമ്മുടെ ന്യൂജൻ മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എഡ്യൂക്കേഷൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി SLBS നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സാർ. ഡു സപ്പോർട്ടേഴ്സ്. നമ്മുടെ പുതിയ പിള്ളേരും ഇതുപോലെ വളർന്നു വരട്ടെ. ഇനി സാറിനോട് ഒരു ആഗ്രഹം ചോദിക്കട്ടെ. സാർ എന്തായിരുന്നു വലുതാകുമ്പോൾ ആഗ്രഹം എന്തായിരുന്നു ചോദിക്കട്ടെ? ഞാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് അറിയണം. ഇനിയിപ്പോൾ സാറിന്റെ ഒരു ഗൈഡൻസും കൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാവും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us.